നമസ്കാരം ഗൈസ്, ഇന്ന് നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്നത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പൂഞ്ഞാറിലാട്ടോ. ഇന്നത്തെ നമ്മുടെ ക്ലാസ് പൂഞ്ഞാറായതുകൊണ്ട് തന്നെ ഇന്നലെ വർക്ക് കഴിഞ്ഞിട്ട് കൊച്ചിയിൽ നിന്ന് നേരെ സിനിച്ചേട്ടൻ എടുത്തോട്ട് ഞാൻ പോകുന്നു. രാവിലെ എഴുന്നേറ്റ് ഭക്ഷണവും കഴിച്ച് അൻറ്റിയേച്ചോടും സിനിച്ചേട്ടനോടും ബൈയും പറഞ്ഞ് ഐൻസ്റ്റീൻ എന്നെ അവൻ്റെ ബൈക്കിന് നേരെ ഈരാറ്റുപേട്ടയ്ക്കാക്കി. ഇന്നത്തെ ക്ലാസ്സിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. സാധാരണ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഇങ്ങനത്തെ ഒരു പതിവില്ലെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം സെയിൻറ്റ് കിഡ്സിൽ എടുക്കാൻ പോയ ക്ലാസ് മാത്രം ഞാൻ ചുമ്മാ ഒരു വ്ളോഗായിട്ട് എൻ്റെ പേജിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടിട്ടാട്ടോ ഇവർ ഞങ്ങളെ ക്ലാസ്സിനായിട്ട് വിളിക്കുന്നത്. സജോയുടെ അടുത്ത് നേരിട്ട് ഈരാറ്റുപേട്ടയ്ക്ക് വരാനാട്ടോ പറഞ്ഞിരുന്നത്. കാര്യം കോളേജ് ഇച്ചിരി ഉള്ളിലേക്ക് ആയതുകൊണ്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്ത ആര്യൻ ഒരു നല്ല പയ്യനായതുകൊണ്ടും ഞങ്ങളെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി അവർ കാറിന് ഈരാറ്റുപേട്ടയ്ക്ക് വന്നു. ഇവരുടെ കോളേജിലെ IEEE അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന വർക്ക്ഷോപ്പായിരുന്നു കേട്ടോ ഇത്. കാര്യം നമ്മൾ പല ടോപ്പിക്സിൽ എടുക്കാറുണ്ടെങ്കിലും ഇവർക്കും ഡെവോപ്സിൻ്റെ 1 ഡേ വർക്ക്ഷോപ്പായിരുന്നു വേണ്ടത്. അതായത് ഈ ഓട്ടോമേഷനും CSCD പൈപ്പ് ലൈൻസും കണ്ടെയ്നറൈസേഷനൊക്കെ അടങ്ങുന്ന ഒരു 1 ഡേ വർക്ക്ഷോപ്പ്. നമ്മൾ എന്തൊരു സംഭവം ചെയ്താലും നമുക്കൊരു USP ഉണ്ടാവണമെന്നാണ് പറയാറ്. അതായത് ഒരു യുണീക്ക് സെല്ലിംഗ് പോയിന്റ്. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഒരു വിഷയത്തെക്കുറിച്ച് പഠിക്കണമെങ്കിൽ ഒരാളെ ഒന്ന് നേരിട്ട് എടുക്കണമെന്നൊന്നുമില്ല. ഉഡമിയോ കോഴ്സറിയോ ഒക്കെ പോലത്തെ ഇഷ്ടം പോലെ പ്ലാറ്റ്ഫോംസ് ഉണ്ട് ഏത് വിഷയത്തെക്കുറിച്ചും പഠിക്കാനായിട്ട്. പിന്നെ എന്തിനാണ് നമ്മുടെ വർക്ക്ഷോപ്പ് ഒരാൾ വിളിക്കേണ്ടതെന്നുള്ളതിന് നമുക്കൊരു യുണീക്ക് സെല്ലിംഗ് പോയിന്റ് ഉണ്ടാവണം. പ്രധാനമായിട്ടും 3 സെല്ലിംഗ് പോയിന്റ്സ് ആണ് നമ്മുടെ വർക്ക്ഷോപ്പിന് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്പർ 1, നമ്മൾ എത്ര വലിയ അഡ്വാൻസ്ഡ് ടോപ്പിക്കിനെ കുറിച്ചാണ് ക്ലാസ് എടുക്കുന്നതെങ്കിലും നമ്മൾ എടുക്കുന്ന പോർഷൻ ആ കൂട്ടത്തിലുള്ള ഏറ്റവും ബിഗിനർ ആയിട്ടുള്ള ഒരു കൊച്ചുണ്ടെങ്കിൽ ആ കൊച്ചിന് പോലും ക്ലിയർലി മനസ്സിലായിരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രോപ്പർ തിയറി ബേസ് ആയിട്ട് കൊടുത്തിട്ടാണ് ഞങ്ങൾ വർക്ക്ഷോപ്പ് ചെയ്യിപ്പിക്കാറ്. സെക്കൻഡ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ബൈ എക്സ്പീരിയൻസിൽ നിന്ന് മാത്രം കിട്ടുന്ന ഒരു പ്രൊഫഷണൽ കമ്പനിയിലെ ക്ലയൻറ്റ് ടു ക്ലയൻറ്റ് ഹോളിസ്റ്റിക് വർക്ക് ഫ്ലോ എങ്ങനെയായിരിക്കും എന്ന് പ്രോപ്പർലി പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ് ഈസ് എവർ ഇവോൾവിംഗ് ആയിട്ടുള്ള ഇപ്പോഴത്തെ IT ഫേമുകളിൽ എന്തൊക്കെ ടൈപ്പ് ജോബ് റോളുകൾ ഉണ്ടെന്നും അതിലെ അവരുടെ ഡ്രീം ജോബിലേക്ക് എന്തൊക്കെ ചെയ്താൽ അവർക്ക് എത്തിപ്പെടാൻ പറ്റും എന്നുള്ളതും പറഞ്ഞു കൊടുക്കും. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ആ കൂട്ടത്തിൽ ഒരാൾക്കെങ്കിലും ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി താല്പര്യമുള്ളവരോ ഉണ്ടെങ്കിൽ അതിനുവേണ്ട പ്രോപ്പർ സപ്പോർട്ടും ഞങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. ഞങ്ങളെ വെൽക്കം ചെയ്യാനൊക്കെ ഉണ്ടായിരുന്ന അഞ്ജന മിസ്സിനെയും വൈഷ്ണവ് സാറിനെയും എടുത്തു പറയണം കേട്ടോ. They were so good at dealing with us. ക്ലാസ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾക്കൊരു പതക്കമൊക്കെ തന്നിട്ടാണ് അവർ വിട്ടത്. അയ്യോ, പറയാൻ വിട്ടുപോയി, ഇതായിരുന്നു കേട്ടോ ആര്യൻ. ഞാൻ നേരത്തെ ഞങ്ങളെ കോളേജിലേക്ക് ഇൻവൈറ്റ് ചെയ്തെന്ന് പറഞ്ഞില്ലേ, അത് ഇവനായിരുന്നു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് സാറുമാരും പിള്ളേരൊക്കെ ആയിട്ട് ഞങ്ങളൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് കോളേജ് ഹൗസിന് നേരെ തിരിച്ചു പോന്നു. നിങ്ങൾക്കും ഇതേപോലെ ടെക്നിക്കലായിട്ടുള്ള റീസെൻറ്റ് ടോപ്പിക്സിൽ വർക്ക്ഷോപ്പ് സെറ്റപ്പ് ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഡെവോപ്സിൽ മാത്രമല്ല കേട്ടോ, ഞങ്ങൾ വേറെയും ടോപ്പിക്സിൽ വർക്ക്ഷോപ്പ്സ് എടുക്കാറുണ്ട്. കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ വേണ്ടി DM ചെയ്താൽ മതി. അപ്പോൾ ഓക്കെ, ബൈ.